non-contest. Very, very, very important topics. Non-contest free. Non-CFL. അതിൽ L equal to 0 raised to n, 1 raised to n, 2 raised to n, such that n greater than or equal to 0. ഇതെന്താണ്? കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല, നോൺ കോണ്ടെക്സ്റ്റ് ഫ്രീ. കാരണം രണ്ടെണ്ണേ പറ്റുള്ളൂ, മൂന്നെണ്ണം പറ്റില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ 0 raised to n 1. അതായത് അടുത്തൊരു ക്വസ്റ്റ്യൻ L equal to A raised to n, B raised to m, C raised to n, D raised to m, then comma m greater than 0. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇത് മിക്സ് ചെയ്തിട്ട് വരുന്നത്, ഇതിന് പോസിബിൾ അല്ല. ഇങ്ങനെയാണെങ്കിൽ പോസിബിൾ ആണ്. A raised to n, B raised to n, ഇങ്ങനെയാണ് പോസിബിൾ ആണ്. C raised to m, D raised to m, ഇങ്ങനെയാണ് പോസിബിൾ ആണ് അല്ലേ? ഇത് രണ്ട് കമ്പയർ ചെയ്തിട്ട് വരുള്ളൂങ്കിൽ ഇതിനുള്ള ഇടയിലാണ് വരുന്നത്, അത് പോസിബിൾ അല്ല, അത് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല. ഇനി WW എന്ന് പറഞ്ഞ ലാംഗ്വേജിന്റെ WW, ഇത് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല. A raised to n square, ഇത് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല. A raised to 2 raised to n, ഇത് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല. ഇനി A raised to n, n is prime, കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല. ഇനി A raised to p, p is composite, അതും കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല. A raised to n factorial, അതും എന്തല്ല, കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല. ഇതൊന്നും കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് അല്ല. ഇനി ഞാൻ ഇങ്ങനെ കൊടുത്ത A raised to I, B raised to J, C raised to K, അതായത് I less than or equal to J less than or equal to K, ഇതെന്തല്ല, നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണ്, കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല. കാരണം അതിന്റെ മൂന്നും കമ്പയർ ചെയ്യണം. ഇനി A raised to n, B raised to n, C raised to I, അവിടെ I less than n, ഇവിടെയും മൂന്നെണ്ണം കമ്പയർ ചെയ്യണം. അതുകൊണ്ട് ഇതെന്തല്ല, കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കോമൺ. ഇനിയിപ്പോ ഈക്വൽ നമ്പർ ഓഫ് മൂന്നെണ്ണം വരികയാണ്. ഇപ്പൊ നമ്പർ ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് സി, ഇതും എന്തല്ല, കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല. മൂന്നെണ്ണം വരുന്നത്, രണ്ടെണ്ണം വരുന്നതാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ. ഇവിടെ മൂന്നെണ്ണം ഒരേ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം എന്താണ്, നോൺ കോണ്ടെക്സ്റ്റ് ഫ്രീ ആണ്. ഇതാണ് ഈ വരുന്ന എക്സാമ്പിൾസിൽ വരുന്നത്. അതിൽ ഡിസിഷൻ പ്രോപ്പർട്ടീസ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് പറയുന്നുണ്ട്. ഡിസിഷൻ പ്രോപ്പർട്ടീസിൽ മെമ്പർഷിപ്പ് ഡിസിഷൻ ടെസ്റ്റ് ഫോർ മെമ്പർഷിപ്പ് പ്രോബ്ലം അത് ഡിസൈഡബിൾ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ ഡിസൈഡബിൾ ആയിട്ടുള്ളതാണ്. എക്സാമിന് എപ്പോഴും വരുന്ന മെമ്പർഷിപ്പ് പ്രോബ്ലം പറഞ്ഞാൽ ഒരു സ്ട്രിങ് ഉണ്ടോ അല്ലയോ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. മെമ്പർഷിപ്പ് പ്രോബ്ലം ഡിസൈഡബിൾ ആണ്. അതുപോലെ തന്നെ ടെസ്റ്റ് ഫോർ എംപ്റ്റിനെസ് പ്രോബ്ലം ഇതൊന്നാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ, എന്താണ് പറയുന്നത്, ഡിസൈഡബിൾ ആണ്, ഡിസിഷൻ പ്രോബ്ലംസ് ആണ്. ഇതിനല്ല അടുത്തത് ടെസ്റ്റ് ഫോർ ഫൈനൈറ്റ്നെസ്, ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ ചെക്ക് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, ഇതും എന്താണ്, ഡിസൈഡബിൾ പ്രോബ്ലം, ഡിസിഷൻ പ്രോബ്ലംസ് ആണ്. ഒന്നുകൂടി പറയാം, ഡിസിഷൻ പ്രോപ്പർട്ടീസ് ഓഫ് CFL എന്ന് പറയുന്നതിന്റെ ഭാഗമാണ്. നോട്ട് ചെയ്താൽ മതി. മെമ്പർഷിപ്പ് ഇതൊക്കെ എഴുതിയതാണ്. മെമ്പർഷിപ്പ് പ്രോബ്ലം, എംപ്റ്റിനെസ് പ്രോബ്ലം, ഫൈനൈറ്റ്നെസ് പ്രോബ്ലം, ഇതെല്ലാം എന്താണ്, ഡിസൈഡബിൾ ആണ്. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിലെ ആംബിഗസ് പ്രോബ്ലം അൺഡിസൈഡബിൾ ആണ്. ഇമ്പോർട്ടൻറ്റ്, ആംബിഗസ് ഗ്രാമർ എന്ന് പറയുന്നത് അൺഡിസൈഡബിൾ പ്രോബ്ലം ആണ്. ഇവിടെ അതാണ് നമുക്ക് പറയാനുള്ളത്.